നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിഞ്ഞ അപകടം. സംഭവത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം ഇന്ന് രാവിലെ 11ഓടെയാണ് അപകടം. തൃശൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന ഡിഫൻഡർ എന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. അമിത വേഗതയും മഴയിൽ റോഡ് നനഞ്ഞുകിടന്നതും അപകടത്തിന് കാരണമായിട്ടുണ്ടാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞത്. ഒരാഴ്ച മുമ്പ് ഇവിടെയുണ്ടായ അപകടത്തിൽപ്പെട്ട കാറാണ് ഇത്. ഫയർഫോഴ്സും നാട്ടുകാരുമാണ് യാത്രികരെ പുറത്തെടുത്തത്. ബസിന്റെ നടുഭാഗം 2ആയി പിളർന്നു. കുറ്റിപ്പുറം, വളാഞ്ചേരി, കോട്ടയ്ക്കൽ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പരിക്കേറ്റവരെ എത്തിച്ചത്. ബസ് പിന്നീട് ക്രെയിനെത്തിച്ച് റോഡിൽ നിന്നും മാറ്റി. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ റോഡ് തകർച്ചയിൽ. 100 ആളുകൾ ഉപയോഗിക്കുന്ന പാതയാണ് തകർന്നു കിടക്കുന്നത്. റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ ഏറെയായി. പട്ടാമ്പിയിലെ പ്രധാന പാതയുടെ നവീകരണത്തോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ റോഡും നവീകരിക്കണമെന്ന് ആവശ്യമുണ്ടായിരുന്നെങ്കിലും ഒന്നും നടന്നില്ല. പ്രധാന പാതയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള 200 മീറ്ററോളം വരുന്ന പാതയാണ് പാടെ തകർന്നു കിടക്കുന്നത്. 100 കണക്കിന് വാഹനങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. ഇതിനു പുറമെ കാൽനട യാത്രക്കാരും ഈ റോഡിനെ ആശ്രയിച്ചാണ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. സ്റ്റേഷനിലേക്കുള്ള പ്രധാന പാതയും ഇത് തന്നെയാണ്. ഇതാണ് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ചെറുവാഹനങ്ങൾക്ക് പോലും ഇതിലൂടെ കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുമാണ്. റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഏത് സംഘടനയിലും ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ വിമത ശബ്ദങ്ങൾ ഉണ്ടാകുമെന്ന് VT ബൽറാം MLA പറഞ്ഞു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പട്ടാമ്പി താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന സദസ്സും യാത്രയയപ്പ് സമ്മേളനവും തൃത്താലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃത്താല സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ താലൂക്ക് പ്രസിഡന്റ് NK റാസി അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി C മോഹനൻ, ട്രഷറർ മുരളീധരൻ എന്നിവർ മുഖ്യാതിഥികളായി. KA രഞ്ജിത്ത്, തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ, KV മരക്കാർ, ദാവൂദ് കളത്തിൽ, ഇബ്രാഹിം കുട്ടി, റഷീദ് കൊഴിക്കര തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിച്ചവർക്കുള്ള യാത്രയയപ്പും അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവുമാണ് സംഘടിപ്പിച്ചത്. ഈ സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ അമിതമായിട്ടുള്ള പിടിവാശി കാരണമോ വേറെ ആരെയും കാലുകുത്താൻ അനുവദിക്കാതെ നമ്മളൊരു കോട്ടയായി സാമ്രാജ്യമായി കൊണ്ടു നടക്കണം എന്നുള്ള ആ നിലയിലുള്ള ഒരു കടുംപിടുത്തം കാരണമോ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള വിമത ശബ്ദങ്ങൾ ഉണ്ടാവുകയും അവർ ഇലക്ഷനിൽ മത്സരിക്കുകയും റിബൽ പാനലുകൾ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി CPM-നോട് ചേരേണ്ടുന്ന സാഹചര്യമൊക്കെ കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ടാണ് പല ഡാമുകളും നഷ്ടപ്പെടുന്നത്. അടിസ്ഥാനപരമായ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വരുന്ന ആളുകളിൽ സാമ്രാജ്യമായി കൊണ്ടുനടക്കുന്നതാണ്. പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ, പാർട്ടിയുടെ കൺട്രോൾ ഇല്ലാതെ, ആ നിലയിലുള്ള ഒരു ജനാധിപത്യ സ്വഭാവമില്ലാതെ ഈ സ്ഥാപനങ്ങളെ കൊണ്ടുപോകുമ്പോഴാണ് പലപ്പോഴും അതിനെതിരായിട്ടുള്ള വിമത ശബ്ദങ്ങൾ ഉയർന്നു വരുന്നത്. അപ്പം അത് ഒഴിവാക്കി ഒരു സംഘടനാ രൂപത്തിൽ കാര്യങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് വന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഈ ഓരോ പ്രസ്ഥാനവും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന ഒരു സ്ഥാപനങ്ങളായി മാറും. ആ നിലയിൽ പാർട്ടിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ സജീവമാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് കൂടുതലുണ്ടാവുമെന്ന് ഞാൻ ഇന്നലെ കോഴിക്കോട് സ്ത്രീ മുന്നേറ്റത്തിലൂടെ നാം നേടിയെടുത്ത അവകാശങ്ങൾ നിലനിർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി VS സുജാത. M വിജയലക്ഷ്മി സ്മാരക പുരസ്കാരം കൊപ്പത്ത് സാമൂഹിക പ്രവർത്തകയും മുൻ അധ്യാപികയുമായ P മുരളി ടീച്ചർക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായിരുന്ന M ജയലക്ഷ്മിയുടെ സ്മരണയ്ക്കായി സൗഹൃദ കൂട്ടായ്മ ഏർപ്പെടുത്തിയ പുരസ്കാരം മുൻ അധ്യാപികയും സാമൂഹിക പ്രവർത്തകയുമായ P മുരളിക്ക് സമ്മാനിച്ചു. കൊപ്പം അഭയത്തിൽ നടന്ന ചടങ്ങിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത പുരസ്കാരം സമ്മാനിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം.
സ്ത്രീ മുന്നേറ്റത്തിലൂടെ നാം നേടിയെടുത്ത അവകാശങ്ങൾ നിലനിർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച CS സുജാത പറഞ്ഞു. ഇവരെ പോലെയുള്ള ദേശാഭിമാനികളായിട്ടുള്ള നേതാക്കന്മാരുടെ സംഭാവന എത്രയോ വലുതായിരുന്നു എന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ഈ നേടിയ നേട്ടങ്ങളെല്ലാം ഇല്ലാതാക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും നമുക്ക് ഒരുമിച്ച് ചേർത്ത് തോൽപ്പിച്ചേ പറ്റൂ. എന്ത് സ്ട്രഗിൾ ചെയ്താണ് ഈ നാടിനെ ഇവരെ പോലുള്ള എല്ലാവരും കൂടെ പരിശ്രമിച്ച് ഈ രൂപത്തിലാക്കിയത്. അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയണം. നന്നായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നന്നായി മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ എല്ലാ സ്നേഹവും ആദരവും ഈ അവസരത്തിൽ പ്രകടമാക്കിക്കൊണ്ട് ജയലക്ഷ്മി ചേച്ചിയെ ഓർത്തുകൊണ്ട് മുരളി ടീച്ചറെ ഈ അവാർഡിന് തെരഞ്ഞെടുത്ത ജയലക്ഷ്മി ചേച്ചി മഹിളാ അസോസിയേഷന്റെ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒന്നായിരുന്നു. അവര് ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായി പോരാടിയിരുന്ന ആളാണ്. സ്ത്രീകൾക്ക് വേണ്ടിയും തൊഴിലാളികൾക്ക് വേണ്ടിയും ഒക്കെ ഒരു ട്രേഡ് പ്രവർത്തകർ കൂടിയാണ്. ഏറ്റവും നന്നായി നാട്ടിൽ പ്രവർത്തിച്ച ജയലക്ഷ്മി ചേച്ചിയെ ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം UDDയിലെ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ നേതാക്കന്മാരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കിയത്. അതിന്റെ പേരിൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് അവർ ഓരോ പ്രാവശ്യം ഈ അവാർഡ് നൽകുകയും ചെയ്യുന്നത്. അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി N. സുകന്യ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി സുബൈദ ഇസഹാഖ് അധ്യക്ഷയായി. CP ശോഭന മംഗളപത്രം വായിച്ചു. നേതാക്കളായ KS സലീഗ, ED ശ്രീജ, PK ശ്യാമള, CP ചിത്ര, A. ആനന്ദവല്ലി, സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികളായ KN പ്രീത, K. ലത, ശോഭനാദേവി, KV ഉഷ, E. ബീന, കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല, ബിനുമോൾ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി ഉപജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഉപജില്ലാതല സംസ്കൃത ബാലോത്സവം സംഘടിപ്പിച്ചു. പരുതൂർ കാരമ്പത്തൂർ AUP സ്കൂളിലാണ് ബാലോത്സവം നടത്തിയത്. പട്ടാമ്പി ഉപജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്കൃത ബാലോത്സവം കാരമ്പത്തൂർ AUP സ്കൂളിൽ സംഘടിപ്പിച്ചു. പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സബ്ജക്റ്റ് മാത്രമായിരുന്നു. പക്ഷെ നമ്മുടെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ആവരുത്. ഒരു വിഷയവും അത് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു വിഷയം ഒരു പഠിത്തം മാത്രമായിട്ട് ചുരുങ്ങി പോകരുത് എന്നുള്ളതാണ് എൻ്റെ കുഞ്ഞു മക്കളോട് എനിക്ക് പറയാനുള്ളത്. ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് അതിൻ്റെ സ്വത്ത് മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലേക്ക് അതിനെ മാറ്റി അല്ലെങ്കിൽ അതിനെ ആ തരത്തിൽ ആ വിദ്യാഭ്യാസത്തെ കാണണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എല്ലാ മിടുക്കന്മാരും എല്ലാ മിടുക്കികളുമാണ്. ഇവിടെ ജയിച്ച ആളുകളുണ്ട്, രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എല്ലാവരും അവരുടെ കഴിവുകൾ ഒരു വേവലാതി കൂടാതെ ഒരു തടസ്സം കൂടാതെ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അതിനകത്തേക്കുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളൊക്കെ മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും എല്ലാവരും വിജയികളാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. PM സുരേഷ് കുമാർ വിശിഷ്ടാതിഥിയായി. കാരമ്പത്തൂർ സ്കൂളിലെ പ്രധാനാധ്യാപകൻ PM പ്രദീപ് അധ്യക്ഷനായി. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹീദ ജലീൽ, PTA പ്രസിഡന്റ് സൈദലവി PT, പട്ടാമ്പി സംസ്കൃത കൗൺസിൽ സെക്രട്ടറി KP സുധീഷ്, രേഷ്മ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. സ്വർണപ്രവാല സുതാല്യ സസ്യ ഭിന്ന സുമാനി പ്രയച്ഛൻ പീയൂഷതുല്യ മാധുര പാന്തിതർഷം വിഹർതും സു പാദം ശിഷ്യസ്വമേധയ പാദം സബ്രഹ്മചാരിഭ്യഃ പാദം കാലക്രമേണ ഒരാൾ തന്റെ വിദ്യാഭ്യാസത്തെ കാൽഭാഗം ആചാര്യനിൽ നേടുന്നു, കാൽഭാഗം സഹപാഠികളിൽ നിന്നും, കാൽഭാഗം സ്വന്തം ബുദ്ധിശക്തി കൊണ്ട് നേടുന്നു. ശേഷിച്ച കാൽഭാഗം കാലക്രമേണ സ്വന്തം
കുട്ടികൾക്ക് വിസ്മയമായി തോൽപ്പാവക്കൂത്ത് അവതരണം. തിരുമിറ്റക്കോട് ഇരുമ്പകശ്ശേരി AUP സ്കൂളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കൂനത്തറ തോൽപ്പാവക്കൂത്ത് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സ്കൂളിൽ തോൽപ്പാവക്കൂത്ത് അവതരണവും പരിചയപ്പെടുത്തൽ പരിപാടിയും നടത്തിയത്. സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് K. വിശ്വനാഥ പുലവർ, കേന്ദ്ര സംഗീത നാടക അക്കാദമി ഉസ്താദ് ബിസ്മില്ല ഖാൻ, യുവ പുരസ്കാര ജേതാവ് വിപിൻ വിശ്വനാഥ പുലവർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ ആദ്യം വിവിധതരം പാവകളെയും തുടർന്ന് തോൽപ്പാവക്കൂത്തിൽ ഉപയോഗിക്കുന്ന തോൽപ്പാവകളെയും പരിചയപ്പെടുത്തി. തുടർന്ന് 1 മണിക്കൂർ നീണ്ടുനിന്ന തോൽപ്പാവക്കൂത്ത് അവതരണം അരങ്ങേറി. അവതരണത്തിന് ശേഷം വിദ്യാർത്ഥികൾ വേദിയുടെ പിന്നിലെത്തി തോൽപ്പാവകളെ അടുത്തറിയുകയും അവയുടെ നിർമ്മാണ രീതിയും അവതരണ സാങ്കേതികതകളും കലാകാരന്മാരിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പരിപാടിയിൽ പങ്കെടുത്ത കലാകാരന്മാരായ K. വിശ്വനാഥ പുലവർ, വിപിൻ വിശ്വനാഥ പുലവർ, M. പുഷ്പലത, ബാലസുബ്രഹ്മണ്യൻ, അഭിനന്ദ്, ആദർശ്, രമ്യാദേവി, രുദ്രിക എന്നിവരെ PTA-യും സ്കൂൾ മാനേജ്മെന്റും ആദരിച്ചു. തൃത്താല നിയോജക മണ്ഡലം കർമ്മ വാരിയേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഓഫ്ലൈൻ യോഗം കൂറ്റനാട് പെരിങ്ങോട് റോഡിലുള്ള തൊഴുക്കാട് ഓഫീസിൽ വെച്ച് ചേർന്നു. ഗ്രൂപ്പ് അഡ്മിൻ മണികണ്ഠൻ വലാപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രഭിത, രാജൻ, സജീവ്, ഉണ്ണിക്കുട്ടൻ, രാധ, രജിത തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി തൊഴുക്കാട്ട് പുതിയ ഓഫീസ് സംവിധാനം നിലവിൽ വന്നു. ഗ്രൂപ്പ് അംഗം പ്രഭിതയെ ഓഫീസ് സ്റ്റാഫായി നിയമിക്കുകയും ഓഫീസ് പ്രവർത്തനം ഔദ്യോഗികമായി ആരംഭിക്കുകയും ചെയ്തു. സ്വന്തമായി വീടില്ലാത്ത വാടക വീടുകളിൽ താമസിക്കുന്ന കൂടുതൽ ആളുകളെ കണ്ടെത്തി ഗ്രൂപ്പിൽ അംഗങ്ങളാക്കാനും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകാനും യോഗം തീരുമാനിച്ചു. തൃത്താല മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും കർമ്മ വാരിയേഴ്സിന്റെ സേവന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കും. തൃത്താലയ്ക്ക് പുറമെ കേരളത്തിൽ എവിടെയുമുള്ള അർഹരായ വീട് അപേക്ഷകർക്ക് ഉചിതമായ വിവരങ്ങൾ കൈമാറും. ഈ വീടുകളില്ലാത്തവരെ സഹായിക്കാൻ ഇപ്പോഴും പല അപകടാവസ്ഥയിൽ വന്നിട്ടും ദുരന്തമുഖത്ത് നിൽക്കുന്ന നമ്മുടെ തന്നെ ഒരു മെമ്പറായ പ്രഭിത, ഒരു കുട്ടി ഭിന്നശേഷി ഇതിൽ കുട്ടിയാണ്. അവർ ഏറ്റവും മുൻഗണനയിലുള്ള ഒരു ഇതാണ്. ഇപ്പോൾ അവർക്ക് ലൈഫിൽ പാസ്സായതാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവരെ ഈ കുട്ടിയുടെ അവസ്ഥ ചൂണ്ടിക്കാണിച്ച് അവരയച്ച പരാതിക്ക് പുറത്ത് അവർക്കൊരു തീർപ്പ്, ഒരു സമാധാനമായിട്ട് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. എന്താണ് ഭിന്നശേഷിയുള്ള കുട്ടി ചൈൽഡ് ഇതിന് ഒരു നിർദ്ദേശം, നാഗലശ്ശേരി പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഇവരെ മാറ്റി പാർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നേ വരെ അങ്ങനെ ഒരു നടപടിയോ ഇന്നേ വരെ ഒരു സന്ദർശനമോ ഈ നാഗലശ്ശേരി പഞ്ചായത്തിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കടുത്തമായ പ്രതിഷേധം അതിനോട് ഞങ്ങൾ അറിയിക്കുന്നു. നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ ആഗ്രഹിക്കുന്ന പൊതുജനങ്ങളിൽ നിന്ന് നിയമപരമായ സഹകരണങ്ങൾ സ്വീകരിക്കും. യോഗത്തിന് ശേഷം കർമ്മ വാരിയേഴ്സ് പ്രതിനിധികൾ നാഗലശ്ശേരി പഞ്ചായത്തിലെ മലയൻകുഴി നഗർ സന്ദർശിക്കുകയും പ്രദേശവാസികളുമായി സംസാരിക്കുകയും ചെയ്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.